നിരവധി മിത്തുകളും യാഥാർത്ഥ്യങ്ങളും കൂടിക്കലർന്നതാണ് ഭാരതത്തിൻ്റെ ഇതിഹാസ ചരിത്രവും അനുബന്ധ സംഭവ ചരിത്രങ്ങളും. ഇപ്പോഴിത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന മഹാകുംഭമേള 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാമേളയാണ്. അതാണ് മഹാകുംഭമേള. ഇതുകൂടാതെ പൂർണ്ണ കുംഭമേളയുണ്ട്. പൂർണ്ണ കുംഭമേള 12 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. അർത്ഥ കുംഭമേളയുണ്ട്. അർത്ഥ കുംഭമേള 6 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ്. ഇതിനെല്ലാം ഒരു ഐതിഹ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഐതിഹ്യപരമായ ഒരു ഇതിഹാസ ചരിത്രമുണ്ട്. ആ ഇതിഹാസ ചരിത്രം എന്ന് പറയുന്നത് 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാണോ മിത്ത് ആണോ എന്ന് വിലയിരുത്തപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയും നിലവിലുണ്ട്. അത് എന്ത് തന്നെ ആയാലും ഈ 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പാലാഴി കടഞ്ഞപ്പോൾ, അതുമായി ബന്ധപ്പെട്ട് ദീർഘമായി പോകുന്നില്ല, അതിനുള്ള സമയം ഇല്ല. പാലാഴി കടഞ്ഞപ്പോൾ ഉയർന്നു വന്ന അമൃതകുംഭം എന്നാണ് അതറിയപ്പെടുന്നത്. അങ്ങനെ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്ന അമൃതകുംഭം, ആ അമൃതകുംഭം കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി അന്ന് അസുരന്മാരും ദേവന്മാരും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. ആ അഭിപ്രായ ഭിന്നത രൂക്ഷമായ സംഘടനത്തിലേക്ക് വഴിതെളിച്ചു. അത് യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അങ്ങനെ 12 ദിവസം ആ യുദ്ധം നീണ്ടു നിന്നു. 12 എന്ന് പറയുമ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, അത് ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം 12 ദിവസമാണെങ്കിൽ, അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 12 വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കവേ തന്നെ ഈ ദേവന്മാരിൽ നിന്നും അസുരന്മാര് ഈ അമൃതകുംഭം കൈവശപ്പെടുത്തിക്കൊണ്ട് ഓടിപ്പോയി. അത് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നും 4 തുള്ളികൾ 4 പ്രദേശങ്ങളിലായി ഇറ്റുവീണു. ആ 4 പ്രദേശങ്ങളിലാണ് കുംഭമേളകൾ നടക്കുന്നത്. ആ 4 പ്രദേശങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഉജ്ജയിൻ, ഉത്തർപ്രദേശിലെ തന്നെ പ്രയാഗ്രാജ് എന്നീ തീരങ്ങളിലാണ് ഈ അമൃതകുംഭത്തിന്റെ തുള്ളികൾ വീണത്. അവിടെയാണ് ഇപ്പോൾ കുംഭമേളകൾ സംഘടിപ്പിക്കുന്നത്, നടക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ ഈ കുംഭമേളകളിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുക്കുന്നത്. അവരിൽ ബഹുഭൂരിപക്ഷം പേരും ഭക്തരാണ്. പിന്നെ ഇത് കാണുന്നതിന് വേണ്ടി എത്തുന്നവരുണ്ട്. കാണുന്നതിന് വേണ്ടി എത്തുന്നവരിൽ സാഹിത്യകാരന്മാരുണ്ട്, പത്രപ്രവർത്തകരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഈ മഹാകുംഭമേള കാണാനെത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാര്യം എന്തു തന്നെയായാലും ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇത് വിശ്വസിക്കുന്നു. ഇത് വിശ്വസിച്ചുകൊണ്ട് കുംഭമേളകളെ ആരാധിക്കുന്നു. ആ കുംഭമേളകൾ ജ്യോതിഷപ്രകാരം വ്യാഴവും ചൊവ്വയും
സൂര്യനും യോഗത്തിൽ സംഗമിക്കുമ്പോൾ ഒരു പ്രത്യേക യോഗത്തിൽ വരികയും ആ യോഗത്തിൽ വരുമ്പോഴാണ് കുംഭമേള നടക്കുന്നത്. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ജ്യോതിഷപ്രകാരവും ദേവപ്രശ്നത്തിലും അല്ലാതെയുമൊക്കെയുള്ള ചില വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുംഭമേളകൾ നടക്കുന്നത്. ആ കുംഭമേളയിൽ പങ്കെടുക്കുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യമായി, ഏറ്റവും നല്ല ദിനമായി, ഏറ്റവും നല്ല സംഭവമായി കണക്കാക്കുന്നവരാണ് ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ. അവിടെയാണ് വിശ്വാസത്തിൻ്റെ വെള്ളിരേഖ തെളിഞ്ഞു നിൽക്കുന്നത്. ആ കുംഭമേളയുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്ന ചർച്ചകൾ, ആ കുംഭമേളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യക്ഷമമായ ചർച്ചകളുമുണ്ട്, കാര്യക്ഷമമല്ലാത്ത ചർച്ചകളുമുണ്ട്, ആരോഗ്യകരമായ ചർച്ചകളുമുണ്ട്, ആരോഗ്യകരമല്ലാത്ത ചർച്ചകളുമുണ്ട്. അത് എന്തു തന്നെയായാലും ആ കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇനിയും ദിവസങ്ങൾ കഴിയുമ്പോൾ ആ കുംഭമേള സമാപിക്കും. അതിനുശേഷവും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും, ചർച്ചകൾ സംഘടിപ്പിക്കും. അവിടെ ഓരോ അഭിപ്രായങ്ങൾ ഉയർന്നു വരും. അത് ആരോഗ്യകരമായ ചർച്ചകളിലൂടെ ഉയർന്നു വരുന്ന ആരോഗ്യകരമായ അഭിപ്രായങ്ങളായിരിക്കും. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ കുംഭമേള ജനങ്ങൾ ഉറ്റുനോക്കുന്ന, ജനങ്ങൾ വളരെ ഭക്തിപൂർവം നോക്കിക്കാണുന്ന ഒരു മഹാസംഭവമാണ്. ആ മഹാസംഭവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും, ഭാരതത്തിൻ്റെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ആ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പലരും അവിടെ എത്തിക്കഴിഞ്ഞു. അവരെല്ലാം ആ കുംഭമേളയോടനുബന്ധിച്ച് സ്നാനം ചെയ്യും. ആ സ്നാനം ചെയ്യുന്നത് ജീവിതത്തിൻ്റെ അപൂർവമായ ഒരു പുണ്യമായി കരുതുന്നവരാണ് കുംഭമേളയിൽ പോയിട്ടുള്ളവരെല്ലാവരും തന്നെയും. അത് വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.